ഹലോ. പറയടി. എടാ ഗുളിക കിട്ടിയോ? എന്തിന്റെ അടി? പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. നിസ്സാരമായിട്ട് കാണല്ലേ. ആണോ? നമുക്ക് ഒന്നല്ല പോയി ചെക്ക് ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ എത്ര മാസമായെന്ന് അറിയാലോ. അതെങ്ങനെ? വേണ്ട, കിറ്റിൽ നോക്കിയപ്പം പോസിറ്റീവ് അല്ലേ. ഇനി എവിടെയും പോയി നോക്കണ്ട. അല്ലെങ്കിൽ ഓക്കെ എടി, കുഴപ്പമില്ല. നമുക്ക് ഇനിയിപ്പോ ആഘോഷം കാര്യങ്ങളൊന്നും വേണ്ട. നീ നമുക്ക് കല്യാണം കഴിക്കാം. ആ, ഇപ്പൊ ആ. പറ്റത്തില്ല. നീ ഒന്ന് പോയി എണീറ്റൊന്നും അത് പഠിച്ചുകൊണ്ടിരിക്കുവാ. പറ്റത്തില്ല. എടി നിനക്ക് നിനക്ക് അത് പഠിക്കാം, അത് ചെയ്തപ്പോ കഴിഞ്ഞ് പഠിക്കാല്ലോ, പിന്നെന്ത്. നീ ഇങ്ങനൊന്നും പറയാതിരിക്കുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്ന. ഒരു ഗുളിക ഒപ്പിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് അതുപോലും മറന്നു വന്നിട്ട് വന്നിരിക്കുവാ. നിനക്കെന്ത് പേടി വല്ലതും ഉണ്ടോ? പിന്നെ പേടിയില്ലേ? അല്ല, ഇനി ആ കൊച്ചഥവാ ജനിച്ചാലുള്ള എന്തെങ്കിലും പേടിയാ വല്ലതും ഉണ്ടോ? ഇനി ആരെങ്കിലും കണക്ക് ഇരിക്കുവോ? എന്റെ കണക്ക് ഇരിക്കത്തില്ലയോ? ആ, എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ ഒരുമാതിരി തോന്നിവാസം പറയല്ലേ, കേട്ടോ? നിനക്ക് തോന്നിയ കേട്ടിട്ട് ദിവസം ചെയ്യാം. ഞാൻ എന്തോ ചെയ്തെന്നാ ഈ പറയുന്നേ? എന്നാ ഓക്കെ, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവാം. അതിനിപ്പോ എന്ത്? ഞാൻ പറയുന്ന കേക്ക്. ഇപ്പൊ കെട്ടാനുള്ള സാഹചര്യം ഒന്നും ഇല്ല. ഒന്നും അത് പഠിച്ചുകൊണ്ടിരിക്കുവാ. നീ പഠിച്ചോ? ഇപ്പൊ എന്തായാലും നിന്റെ ഇപ്പം ഫൈനൽ ഇയർ ആണ്. നീ ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് ഒരു 5-6 മാസം കഴിയുമ്പോ അത് കഴിയും. പറ്റത്തില്ല. പിന്നെന്തിന്? വീട്ടുകാർക്ക് പോലും പറയാൻ പറ്റത്തില്ല ഇങ്ങനാന്ന്. നീ മര്യാദക്ക് എനിക്ക് ഗുളിക കൊണ്ട് തരുന്നുണ്ടോ? എന്നിങ്ങനെ ഗുളിക ഞാൻ ഞാൻ വെറും പൊട്ടന്മാനാണെന്നാണ് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിങ്ങനെ പറയുന്നേ? അല്ല, നിനക്ക് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഞാൻ വല്ല പൊട്ടനാണെന്ന് വല്ല തോന്നുന്നുണ്ടോ നിനക്ക്? എടാ നീ ഒന്ന് അടങ്ങണേ. നീ ഗുളിക കൊണ്ട് തരുവോ? ഗുളിക എനിക്കിപ്പൊ കൊണ്ട് തന്നെ തരാം. നല്ല അതിനു മുന്നേ ക്ഷീണവും നീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ഞാൻ പൊട്ടനാന്ന് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, എന്ത് പറ്റി? നമ്മള് കോണ്ടം ഇട്ടാ ചെയ്തത്. കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അബദ്ധവശാലാണ് പോയെങ്കിൽ കോണ്ട് ഇടാതെ ഒരു തവണ കേറ്റി നോക്കിയില്ലായിരുന്നോ? ആന്ന്. അപ്പൊ പിന്നെ ഓക്കെ. പോയില്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ നിനക്ക് ഉറപ്പാണല്ലേ പോയിട്ടുണ്ടെന്ന്? ആ, പിന്നെ ഒരു പോവാതെ ദിവ്യ ചെറുപ്പത്. ജസ്റ്റ് ഒന്ന് കയറ്റി ഇറക്കിയത്, അതും ഫസ്റ്റ് ടൈം അല്ല. 2-3 ട്രിപ്പ്, 2 കളി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ടാണ് 3ാമത് കയറ്റി ജസ്റ്റ് ഒന്ന് അടിച്ച് അപ്പഴേ ഇറക്കിയത്. അതെനിക്ക് വരാറ് പോലും ആയില്ല. ആദ്യത്തെ ആയിരുന്നെങ്കിൽ പോട്ടെന്ന് വെക്കാം. താണ്ടെ തോന്നിവാസം എന്റെ അടുത്ത് പറയരുത്. നിനക്ക് മുമ്പിൽ കിടന്നു നിന്നിട്ട് ലാസ്റ്റ് തോന്നിവാസം പറയല്ലേ, കേട്ടോ? സമ്മതിച്ച്. നീ എനിക്കും കടന്ന് തന്നിട്ടുണ്ടെന്നല്ല, കടന്ന് തന്ന്. ആ, പിന്നെ എന്നാ പിന്നെ ആ എന്തുവാ? കൊച്ചിനെ നമുക്ക് വളർത്താം. ഞാൻ നിന്നെ ഉപേക്ഷിക്കാന്ന് പറയുന്നില്ലല്ലേ. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ അതിനുള്ള സാഹചര്യം പറ്റത്തില്ല. ഓക്കെ, നമ്മള് പറഞ്ഞാ പോയതെന്നാ? ഇപ്പൊ 1 മാസം അടുപ്പിച്ചാവുന്നു. നമ്മള് പോകുന്നതിന്റെ അതായത് ഒരു 4-5 ദിവസം മുന്നേ നീ വേറെ എവിടെയെങ്കിലും പോയായിരുന്നു എന്റെ അടുത്ത് പറയാതെ? ഇല്ല, നിന്റെ കൂടെ വന്നതേ ഉള്ളൂ. എങ്ങും പോയില്ലേ? ഇല്ല. പോയില്ലേ? അമ്മയുടെ കൂടെ വല്യമ്മയുടെ വീട്ടിൽ പോയായിരുന്നു. അത് ഞാൻ അമ്മയുടെ പറഞ്ഞു. കൂടെ വല്യമ്മയുടെ കൂടെയാണോ നീയും വരുണും കൂടെ? ബാക്കി ഞാൻ പറയണോ? നീയും വരുണും കൂടെ പോയത് ഓർക്കുന്നില്ലേ നിനക്ക്? നീ സ്ഥലം പറയണോ? ഞാൻ വരുണിന്റെ കൂടെ ഒന്നും എങ്ങും പോയില്ല. വരുണിന്റെ കൂടെ ഞാൻ വരുണിനെ തന്നെ വിളിച്ചിട്ട് ഇപ്പം തന്നെ കൊറേ. പിന്നെ ഇനി നീ വരുണിന്റെ കൂടെ പോകുന്നു. കോട്ടയത്ത് അവിടത്തെ ഞങ്ങള് രണ്ടുപേരും കൂടെ റൂം എടുത്തത് നീ മറന്നുപോയോ? നമ്മള് പോയി കളിക്കുന്നതിന് ഏകദേശം 2-3 ദിവസം മുന്നേ. നിങ്ങളൊന്ന് പോയാണ് വെച്ചിട്ട് നിങ്ങൾക്ക് സംശയമാണോ നീ എനിക്ക്? സംശയമോ? എന്റെ ഫുള്ള് തെളിവുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പോയ ഹോട്ടലിന്റെ ഉൾപ്പെടെ നിങ്ങളുടെ ആധാറും പ്രൂഫും അവിടെ നിൽക്കുന്ന ഒരു അത്യാവശ്യം ചെറിയൊരു കഷണ്ടിയുള്ള ഒരു മാമനെ അറിയാമോ നിനക്ക്?
ഞാൻ അവിടെ പോയിട്ടില്ല, പോയെങ്കിലല്ലേ എനിക്ക് അറിയത്തുള്ളൂ. നിനക്ക് അവിടെ നിൽക്കുന്ന ഒരു കണ്ടോ അത്യാവശ്യം പ്രായമുള്ള ഒരാളെ അറിയാമോ? അത് സന്ദീപിന്റെ മാമന്റെ ഏതൊരു വകയിലൊരു പുള്ളിയാ. അവനായിട്ട് നമുക്ക് പരിചയമുള്ളതാ. അവനെ എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ അവൻ എനിക്ക് അവിടുത്തെ ക്യാമറ നിങ്ങൾ രണ്ടും കൂടെ കയറിപ്പോ റൂം എടുത്തത് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പറഞ്ഞപ്പം പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവൻ എനിക്ക് CCTVയുടെ എനിക്ക് അയച്ചു തന്നു. അത് ചുമ്മാതെ വല്ലതുമായിരിക്കും. നിങ്ങൾ അത് ഞാനാണോന്ന് ഉറപ്പിച്ച് നോക്ക്. ഞാൻ എന്തിനാ അവന്റെ കൂടെ പോകുന്നത്? നീ ഇനിയും കടന്ന് ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത്. CCTV നിങ്ങൾ രണ്ടുപേരും ആ റൂം ഞാൻ വേണമെങ്കിൽ നിനക്ക് അയച്ചു തരണോ? അത് ഞാൻ പോയിട്ടില്ല. ഇനി നീ എന്നെ പൊട്ടനാക്കരുത്. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. നീ വേണം വാട്സപ്പിലോട്ട് നോക്കുക. ഞാൻ വീഡിയോ അങ്ങോട്ട് ഇട്ടേക്കാം. അല്ല ഞാൻ പോയിട്ടില്ലെന്നല്ലേ ഇല്ലല്ല, നീ വാട്സപ്പ് നോക്ക്. വേണ്ട, അത് വേറെ ആരെങ്കിലും അത് വേറെ ആരെങ്കിലുമോ? നിന്നെ പോലെ എന്താ നിന്റെ അച്ഛൻ എന്ത് നാട്ടിൽ മൊത്തം കടന്ന് പിള്ളേരെ ഉണ്ടാക്കുമായിരുന്നു ജോലി. നിന്നെ പോലെ വേറെ എന്ന് പറയാൻ എന്നെ ടെൻഷൻ ആക്കല്ലേ, കഷ്ടമുണ്ട്. നീ ഗുളിക വാങ്ങിച്ചോണ്ട് തരണേ. അത് ടെൻഷൻ ആക്കാണ്ട് ഗുളിക കൊണ്ട് തരണേ. നീ ആദ്യമേ ഇത് പറ. ഗുളിക നിൽക്കാൻ മേടിച്ചു തരാം, ഓക്കെ. ഫസ്റ്റിലെ ഇത് പറ. എന്തിനു റൂം എടുത്തത് നിങ്ങൾ? എന്തിന് അവിടെ ഭജന ഇരിക്കാൻ വേണ്ടിട്ട് റൂം എടുത്തതല്ലല്ലോ എന്തായാലും. കാര്യം പറയട്ടെ, അവനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നീ അന്ന് എന്റെ അടുത്ത് എന്ത് പറഞ്ഞത്? നീ ആരുടെ വീട്ടിൽ പോവുക, വൈകിട്ടേ വരത്തുള്ളൂ, ചേട്ടാ ഫോൺ ഞാൻ കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടും. നിങ്ങൾക്ക് ഒന്നാമത് സംശയം, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്റർവ്യൂവിന് റൂം എടുത്ത ആൾക്കാരാണ് രാവിലെ 10:30 അവിടെ കേറിയിട്ട് വൈകിട്ട് വരെ റൂം വെക്കേറ്റ് ചെയ്ത ആൾക്കാര് ഒരു 3 മണി ആയപ്പോഴത്തേക്ക് അതായത് അവിടുന്ന് ഇറങ്ങി. അല്ല, ഞാൻ റൂമിലായിരുന്നു. അവൻ ഇന്റർവ്യൂവിന് പോയി. എടി, രണ്ടുപേരും എങ്ങും പോയില്ല. രണ്ടുപേരും ഒരുമിച്ച് എന്നെ രണ്ടാമത്തെ നിലയിൽ വരുന്ന അതും ഉണ്ട് CCTVയില്. ഞാൻ പറഞ്ഞിട്ട് അത് അയച്ചാണ്. അല്ല, 2 റൂമിലായിട്ടായിരുന്നു ഞങ്ങൾ ഒറ്റ റൂമിലല്ലായിരുന്നു. ഒറ്റ റൂമേ എടുത്തിട്ടുള്ളൂ. നീ കടന്ന് എന്നിൽ പൊട്ടന്മാനാക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ എന്റെ പൊന്നു മോളെ, ഈ കാര്യം ഞാൻ എല്ലായിടത്തും പറയും. അല്ലെങ്കിൽ തന്നെ ഈ കൊച്ചിനെ ജനിപ്പിച്ച് അതിന്റെ DNA ഞാൻ എഴുതും. വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങള് തമ്മിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഓക്കെ, ഉണ്ടായില്ലെങ്കിൽ ഓക്കെ, നമുക്ക് കൊച്ചിനെ മുന്നോട്ട് കൊണ്ടുപോവാം. എന്നിട്ട് വളർന്ന് ഇനി ബാക്കി തെളിവും കൂടെ ഞാൻ ഇട്ട് തരും. ഗുളിക കൊണ്ടുവരുമോ? ഞാൻ പിന്നെ വിളിക്കാം. ഗുളിക നീ വെക്കരുത്. ഗുളിക കൊണ്ടുതരാം. അപ്പൊ ഓക്കെ, സമ്മതിച്ച്. ഞാൻ അവനെയും വിളിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നീ എന്നെ വിളിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തത്. അവൻ നിന്നെ വിളിച്ചില്ലായിരിക്കും. അവന് വിളിച്ച് കാണത്തില്ല. അവൻപാരിക്ക് എന്നെ വിളിച്ചത്. ഞാൻ അവനെയും വിളിച്ച് ഈ വീഡിയോ അയച്ചു കൊടുത്ത് ഫുൾ കൺഫേമും അവൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് നീ ഇപ്പം വിളിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തത്. റൂം എടുത്തത് മാത്രമല്ല, കളിയും കഴിഞ്ഞ് എന്ന് അവൻ പറഞ്ഞതിൽ കൂടുതലുണ്ടോ ഇനി? ഇനി ഊത്തരം കള്ളത്തരം എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാ ഇത് വിഷയം വേറെ. സത്യമായിട്ട് അവൻ കള്ളത്തരം പറയുന്നതായിരിക്കും. അവൻ എന്നെ ഇഷ്ടമായതുകൊണ്ട് ഇനി സത്യം പറഞ്ഞേ പറ്റൂ. ഇനി ഒരു എക്സ്ക്യൂസും കാര്യമില്ല. ഓക്കെ, നിനക്ക് ഇനിയിപ്പോ അവന്റെ കൂടെ നീ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി നിന്നെ വേണ്ട. കിടന്നിട്ടില്ലെങ്കിലും വേണ്ട. ഒരുത്തന്റെ കൂടെ റൂം എടുത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇപ്പം റൂമിനകത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ അവൻ പറഞ്ഞതാണ് വിശദീകരിച്ചു തരാം. നീയും അവനും കൂടെ 2 ദിവസം, അതായത് ബെസ്റ്റ് കളിച്ച് നീയും അവനും കൂടെ കുറെ നാൾ കൊണ്ട് സെക്സ് ചാറ്റും സെക്സ് വീഡിയോ കോളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് ഉൾപ്പെടെ അവൻ എനിക്ക് എന്റെ അടുത്ത് വീഡിയോ കോൾ രാത്രി 12 മണിക്ക് വീഡിയോ കോൾ ചെയ്ത് സ്ക്രീൻഷോട്ട് വരെ അവൻ എനിക്ക് ഇട്ട് തന്നു. ഞാൻ ഇത് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ വന്ന് അവനെ പൊട്ടിക്കൂന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് എല്ലാം ഇട്ട് തന്നെ എല്ലാം പറഞ്ഞു ചെയ്തു. ബെസ്റ്റ് കളി. എന്നിട്ട്
ഇത് നിങ്ങൾ റൂം എടുക്കുന്നത് കുറച്ച് ദിവസം കൊണ്ടേ പ്ലാൻ ചെയ്തിട്ട് ഞാൻ അന്ന് അവിടെ ഇല്ലാത്ത ദിവസം നോക്കി കൃത്യം പ്ലാൻ ചെയ്തിട്ട് എടുത്തതാണെന്നും അവൻ പറഞ്ഞു. നീ എന്ത് മിണ്ടാത്തത്? ഒന്നുമില്ല ഏ ഒന്നുമില്ല. എന്നാ ഇനി ഉള്ള കാര്യം കൊണ്ട് പോരട്ടെ. ഇനി നിന്റെ വായിനോട് എനിക്ക് കേൾക്കണം. ഇനി ബാക്കി കാര്യങ്ങളിലൂടെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏട്ടാ സത്യമായിട്ട് ഒന്നുമില്ല ഏട്ടാ. ഇനി 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 നീ മുമ്പ് തന്നെ എന്റെ അടുത്ത് പറഞ്ഞോളൂ. നിനക്ക് ഉള്ള കാര്യം ലാസ്റ്റ് ചാൻസ് തരാം. എന്തോ ആയിക്കോട്ടെ, ലാസ്റ്റ് ചാൻസ്. ഗുളികയും മേടിച്ചു തരാം. ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തും ചെയ്യാം. ഉള്ള കാര്യം സത്യം പോലെ പറയാനുള്ളത് പറ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ സ്വഭാവം വേറെ ആയിരിക്കും. ആദ്യം എനിക്ക് ഗുളിക താ, എന്നിട്ട് ഞാൻ പറയാം. ഗുളിക തരാം, തരത്തില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കൊരു തന്തേ ഉള്ളൂ. ഗുളിക നിനക്ക് മേടിച്ചും എന്റെ കയ്യിൽ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഗുളികയുടെ കാര്യം എന്റെ കൂട്ടുകാരടുത്ത് പറഞ്ഞപ്പോഴാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവരെന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് വീഡിയോ സഹിതം ഇട്ട് തന്നത്. ഗുളിക എന്റെ കയ്യിലുണ്ട്. ഓക്കെ, നിനക്ക് തരാം. നീ സത്യം മൊത്തം എന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം മാത്രം. ഞാൻ പറയാം, പക്ഷെ അതിന്റെ പേര് എന്നെ ഒരിക്കലും കളഞ്ഞിട്ടൊന്നും ഇല്ല, നീ പറ. നീ എന്തുവായിരുന്നു സംഭവിച്ചത് വേറെ ഒന്നുമല്ല. നീ അവനുമായിട്ട് സെക്സ് ചാറ്റും സെക്സ് വീഡിയോ കോളിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും കൂടെ ഞാനില്ലാത്തൊരു ദിവസം നോക്കി പ്ലാനിങ് ചെയ്ത് റൂം എടുത്ത് അവിടെ കളിയായിരുന്നു. രാവിലെ 10 മണിക്കാണ്ട കേറിയ നീയും അവനും കൂടെ റൂം അടിച്ച് കേറിയിട്ട് വൈകിട്ട് 3-3:30 4 മണി അടുപ്പിച്ച് അവിടുന്ന് ഇറങ്ങി. അതുവരെ കളിയുമായിരുന്നു. അവ എന്റെ അടുത്ത് പറഞ്ഞു. നിന്നെ ഒരു ജെട്ടിക്കിടാൻ പോലും സമ്മതിക്കാതെ കളിയായിരുന്നു അവൻ എന്റെ അടുത്ത് പറഞ്ഞു. ഇനി നീ ഇത് ഒഴിഞ്ഞു മാറാൻ നിന്ന് കഴിഞ്ഞാൽ മോളെ ഞാൻ വെറും പൊട്ടനാണ്. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഹാളിൽ കുത്തിയിട്ട് ഞാൻ ചോദിക്കരുത്. നിന്റെ അമ്മയും അച്ഛനെ എല്ലാരെയും വിളിച്ചിട്ട് അവനെയും വിളിച്ചോണ്ടെന്ന് ഞാൻ ചോദിക്കും. നീ ഇത് മിണ്ടാത്തത്? നീ നടന്ന കാര്യം പറ. മനുഷ്യനാവുമ്പോ തെറ്റ് പറ്റും എന്നും പറഞ്ഞോണ്ട് കണ്ടവന്റെ തന്തയെ ഓക്കായ എന്നെ വിളിക്കേണ്ടത്. കേട്ടോ? കേക്കുന്നുണ്ടോടി മൈരേ? നീ അങ്ങനൊന്നും ഇല്ലേട്ടാ. നീ അത് വീട്ട അവൻ പറയുന്നൊന്നും വിശ്വസിക്കാതിരിക്കൊന്ന്. പിന്നെ അവൻ പറയുന്ന വിശ്വസിക്കല്, അവിടുത്തെ റൂമിന്റെ ഓണർ പറയുന്ന വിശ്വസിക്കല്, ഇട്ട് തന്ന വീഡിയോ പറയുന്നത് വിശ്വസിക്കല്, പിന്നെ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണം. എന്നാ എന്റെ പൊന്നുമോള് ആ കൊച്ചിനെ വളർത്തിക്കോ. എന്തായാലും അവന് ഗുളിക മേടിക്കാനുള്ള കഴിവും പറയൊന്നുമില്ല. അവൻ പോയി മേടിക്കത്തുമില്ല. നീ അതിനെ വളർത്ത്. അത്രേ ഉള്ളൂ. ഞാൻ നിന്നെ കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കൊച്ചല്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അല്ലെങ്കിൽ എന്റെ കൊച്ചാണെങ്കിൽ തന്നെ നിന്റെ സാമാനത്തിൽ വേറൊരുത്തൻ കയറി അടിച്ചേരി ഞാൻ കളിക്കുന്നതിന് 2 ദിവസം മുന്നേ. ആ കഥ ഫുള്ള് കാര്യം എന്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോക്കാം ഇനി ഞാൻ ഓപ്പണോ വേണ്ടേ. കേട്ടോ? അപ്പൊ ജെട്ടിയും പ്രായം പോലും ഇടാൻ സമ്മതിക്കാതെ നടന്ന കളിയായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആവശ്യമില്ലാത്തത് പറയുന്നത്. ഇല്ലെങ്കിൽ ഓക്കെ, നീ വെച്ചോ. ശരി എന്നാ നീ വെച്ചോ, ഫോൺ വെച്ചോ. നീ ഫോൺ പോയി. ഇല്ലാത്തതാണ്. ശരി വെച്ചോടി, ഫോൺ വെച്ചോ നീ. ശരി. ഗുളിക കൊണ്ട് തരത്തില്ലേ? ഗുളിക കൊണ്ടുവരണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ. ഏട്ടാ എന്തുവാ ഏട്ടാ, നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുന്ന. അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ? നീ ആദ്യമേ എന്തോ സംഭവം ഇത്രയും തെളിവ് ഞാൻ മുന്നിൽ തന്നിരിക്കുന്നു. നീ അവനോട് കളിക്കുന്ന തെളിവ് എന്റെ ഇല്ല, പക്ഷെ അവൻ പറഞ്ഞുള്ള തെളിവ് എന്റെ ഉണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിന്നെ അവനോട് ഒരുമിച്ചിരുത്തി ഞാൻ ചോദിക്കണോ? ഇനി അത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പോവല്ലേ,
കളിച്ചെന്നുള്ളതൊക്കെ ശരിയാ, പക്ഷെ ആ അകത്തൊന്നും പോയില്ല. അവന്റെ അല്ല, ഓക്കെ നിങ്ങളെ തന്നെ. അവന്റെ അല്ല. ഓക്കെ അവന്റെ അല്ല എന്റെ ആയിരിക്കാം. നീ കളിച്ചോ അവനുമായിട്ട്? അത് അന്നേരം അങ്ങനെ പറ്റിപ്പോയത് കൊണ്ടാ. അന്നേരം നീ കളിച്ചോ? ഇത് കുറെ നാൾ കൊണ്ടുള്ള നീ അവനുമായിട്ടുള്ള ചാറ്റിങ്ങും കോപ്പിലെ വീഡിയോ കോളി ഇതെല്ലാം അവൻ എന്റെ അടുത്ത് പറഞ്ഞു. എന്നെ കുറച്ച് നിന്റെ ചാറ്റും എന്നെ അവന്റെ അടുത്ത് നല്ല പാല് പൊട്ടിയിട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ ചാറ്റും കാണിച്ച് കേട്ടോ. നീ ക്ലിയർ ചെയ്ത് വിടുമായിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഉള്ളവർ ക്ലിയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നീ ഇനിയെങ്കിലും എല്ലാവർക്കും കവച്ച് വെച്ച് കൊടുക്കുമ്പോ നീ ആലോചിക്കണം.